എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഈ ഒരു കർക്കിടക മാസത്തിൽ സാധാരണ നമ്മളെല്ലാവരും തന്നെ കഴിക്കാറുള്ളതാണ് ഈ ഒരു ഔഷധക്കഞ്ഞി. ഒരുപാട് പോഷകഗുണങ്ങളുള്ള ഈ ഔഷധക്കഞ്ഞി കർക്കിടക മാസത്തിൽ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ബലം കിട്ടുന്നതിനും ആരോഗ്യത്തിനുമൊക്കെ ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ കിട്ടിയ കുറച്ച് ഔഷധ ചെടികളുടെ നീരൊക്കെ എടുത്തിട്ടാണ്. അപ്പോൾ എല്ലാവരും തന്നെ തയ്യാറാക്കിയെടുക്കാറുള്ളതാണ്. തയ്യാറാക്കിയെടുക്കുന്നത് പല രീതിയിലായിരിക്കും. അപ്പോൾ ഇതാ കുറച്ച് ഔഷധ ചെടികളൊക്കെ ഞാനൊന്ന് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചെടികൾ കർക്കിടക മാസത്തിൽ എടുക്കാൻ കാരണം സാധാരണ മിക്കവാറും എല്ലാ സമയത്തും നമ്മുടെ തൊടികളിലൊക്കെ കാണാറുണ്ട്. പക്ഷേ കർക്കിടക മാസത്തിലാണ് ഇതിൻ്റെ ഗുണങ്ങൾ കൂടുന്നത്. അതുകൊണ്ടാണ് ഇതിടിച്ച് പിഴിഞ്ഞ് ഇതിൻ്റെ നീരൊക്കെ എടുത്ത് നമ്മൾ കഞ്ഞി വെച്ച് കുടിക്കുന്നത്. അപ്പോൾ ഇതറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ പേരൊക്കെ ഞാനൊന്ന് പറയാം കേട്ടോ. ഇതാണ് തഴുതാമ. പിന്നെ എടുത്തിരിക്കുന്നത് ചെറുള നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ നമ്മുടെ ശരീരത്തിന് വേദനയൊക്കെ കുറയ്ക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതാ നിലപ്പനയാണ്. പിന്നെ എടുത്തിരിക്കുന്നത് പൂവാങ്കുരുന്നില. പിന്നെ ഇതാ കീഴാർനെല്ലി, മുക്കൂറ്റി. ഇത് മാത്രമല്ല കേട്ടോ, ഇനി നമ്മൾക്ക് ഒരുപാട് ഔഷധ സസ്യങ്ങൾ ഉപയോഗിക്കുന്നതിനകത്തേക്ക് തുമ്പ എടുക്കും, അതുപോലെ തന്നെ കയ്യുണ്യം. ഇന്നിപ്പോൾ ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ. ഇത് നല്ലപോലെ കഴുകിയിട്ട് നമ്മൾക്കിത് ഇടിച്ച് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ നീരാണ് എടുക്കേണ്ടത്. ഇനി ഇതാ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/2 കപ്പ് മുതിരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുതിര നമ്മൾക്ക് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. മുതിരയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു മഴക്കാലമൊക്കെ വരുമ്പം മുതിര കൊണ്ട് രസം വെച്ച് കുടിക്കുന്നതുമൊക്കെ നമ്മുടെ ശരീരത്തിന് ബലം കിട്ടാനായിട്ട് ഒരുപാട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നല്ല പോലെ ഒന്ന് പൊട്ടി വരും, അതാണ് ഇതിൻ്റെ പാകം. പിന്നെ കളറൊക്കെ ഇതാ നല്ല പോലെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഞാൻ എന്താ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്കിത് നല്ലപോലെ ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിനകത്ത് വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ എന്താ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല പോലെ ഒന്ന് പൗഡർ രൂപത്തിൽ പൊടിച്ചെടുക്കുക. ഇനി ഇതൊരു പാത്രത്തിനകത്തേക്ക് അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് ഞവരരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ കർക്കിടക മാസത്തിൽ കഞ്ഞി വയ്ക്കാനായിട്ട് ഞവരരിയാണ് ഉപയോഗിക്കാറുള്ളത്. ഇന്ന് ഞാൻ ഞവരരിയുടെ കൂടെ കുറച്ച് ഉണക്കലരിയും കൂടി ചേർത്തിട്ടാണ് കഞ്ഞി വയ്ക്കുന്നത്. അളവ് അതേ കപ്പിനകത്ത് 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞവരരിയിൽ മാത്രം തയ്യാറാക്കി കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉണക്കലരി ഒന്ന് മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകിയെടുക്കണം. ഇനി ഈ ഒരു സമയം കൊണ്ട് വെള്ളം നല്ലപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അരി കഴുകി അങ്ങ് വെള്ളത്തിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിനകത്ത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി ഉലുവ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ ഒന്ന് കുതിർത്ത് വെച്ചിരുന്നു കേട്ടോ, ഒരു 5 മിനിറ്റ്. അതും കൂടി എടുത്തിട്ടുണ്ട്. മുതിര മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്ത ഒരു പൗഡറാണ്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഔഷധ സസ്യങ്ങൾ ഒന്ന് നല്ലപോലെ ഒന്ന് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ഒരു നീരാണ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഈ ഔഷധ സസ്യങ്ങളൊന്നും എല്ലാവരുടെ അടുത്തൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ചേർക്കാതെയും ബാക്കി എല്ലാ ചേരുവകളും ചേർത്തിട്ട് നമുക്ക് ഈ ഒരു ഔഷധക്കഞ്ഞി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉരുളിക്കകത്ത് വെച്ചതുകൊണ്ട് തന്നെ ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലുള്ള പാത്രങ്ങളിലാണ് തയ്യാറാക്കിയെടുക്കണമെങ്കിൽ കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് പകുതിയോളം നമ്മുടെ അരി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇളക്കി കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഔഷധ ചെടികളുടെ നീരുണ്ടല്ലോ, അതിന് ചെറിയൊരു കൊഴുപ്പ് കാണും. അപ്പോൾ അതുകൊണ്ട് അടി പിടിക്കാതെ നോക്കണം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. ഒന്നും കൂടി ഒന്ന് വെന്ത് കിട്ടാനുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാനൊന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. തീ സ്വല്പം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നല്ലപോലെ നമ്മുടെ അരിയൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ഇതിനു മുൻപും ഈ കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട മരുന്നുണ്ട, അതുപോലെ ഉലുവക്കഞ്ഞി, ഇതിൻ്റെ റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിൽ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. എല്ലാത്തിൻ്റെയും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് കണ്ടിട്ട് കർക്കിടക മാസത്തിൽ തയ്യാറാക്കി കഴിച്ചു നോക്കൂ. ഈ ഒരു പാകം കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇന്ദുപ്പ് അല്ലെങ്കിൽ കല്ലുപ്പ് ഏതായാലും ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാനായിട്ട്. നമ്മൾ ചേർത്ത ആ ഒരു മരുന്നുണ്ടല്ലോ, അത് നല്ലപോലെ നമ്മുടെ ആ ഒരു അരിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിക്കിട്ടണം. പിന്നെ ഇത് തയ്യാറാക്കി എടുക്കുമ്പം കുറച്ച് ലൂസോട് കൂടി എടുക്കണം കേട്ടോ. ഇരുന്ന് കഴിയുമ്പം ഒന്നും കൂടി ഒന്ന് കട്ടിയിൽ വരും. അപ്പോൾ ആ ഒരു പാകത്തിനായിരിക്കണം എടുക്കേണ്ടത്. ഇനി നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം കുറച്ച് നാളികേരത്തിൻ്റെ പാലും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പം 1 നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ.
അതിൻ്റെ ആ നാളികേരപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നാളികേരപ്പാൽ ചേർത്തിട്ട് ഇനി തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള ഔഷധ ചെടികൾ എല്ലാം തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. 1 2 ആയാലും മതി. കിട്ടുവച്ചാൽ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കൂ കേട്ടോ. ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ നടുവേദന അതുപോലെ മുട്ടുവേദന അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് നല്ലതാണ്. ഇനി ഇതിനകത്തേക്ക് ഒന്ന് വറുത്തിടുന്നുണ്ട്. കടുക് അങ്ങനെയൊന്നും അല്ല വറുത്തിടുന്നത്. കുറച്ച് ചെറിയ ജീരകവും അതുപോലെ തന്നെ ചെറിയുള്ളി ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടി നെയ്യിൽ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും വേണമെന്ന് നിർബന്ധമില്ല. ചിലവർക്ക് ആ നെയ്യിൻ്റെ ടേസ്റ്റൊന്നും അത്ര ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെ വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം ആ കഞ്ഞി വിളമ്പുന്ന സമയത്ത് അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഞാൻ ഒരു പാത്രത്തിനകത്തേക്കൊന്ന് പകർത്തിയിട്ടുണ്ട്. കുറച്ച് നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ. ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പം കണ്ടില്ലേ. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും തന്നെ തയ്യാറാക്കി കഴിക്കൂ. എല്ലാവരും ആരോഗ്യത്തോടു കൂടി ഇരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും ആരും മറക്കല്ലേ. മറ്റു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. സന്തോഷമായിട്ടിരിക്കൂ എല്ലാവരും. താങ്ക്